നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വൈശാഖിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ മെസ്സേജ് അയക്കരുതെന്ന്. മെസ്സേജ് അയച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോവെന്ന്. കേക്കണ്ടേ? ഒരു മെസ്സേജ് കൊടുത്തിട്ട് മൈഥിലി എന്താ റിപ്ലൈ ഒന്നും തരാത്തെ? ഈ മാരണം വന്ന് കുറുകെ ചാടിയില്ല. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോവാമേ. ഈ നേരത്തോ? ഇപ്പൊ ഉച്ചപൂജയും കഴിഞ്ഞ് നടയടച്ച് ശാന്തിക്കാരൻ തിരുമേനി അയാളുടെ വീട്ടിൽ പോയി കാണും. അമ്പലത്തിൽ മാത്രമല്ലമ്മേ, എനിക്ക് വേറെ ചില കാര്യങ്ങൾക്കും പോവാനുണ്ട്. നീ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോടും കൂടെ പറയാമല്ലോ. ഞാനും കൂടെ വരാം നിന്റെ കൂടെ. എനിക്ക് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നൊന്നും ഇഷ്ടമല്ല. ആരും എൻ്റെ കൂടെ വരണ്ട. ഗർഭാലസ്യമുള്ള സ്ത്രീകൾ പുറത്തൊറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഈ കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞാലേ എന്നെ കൊല്ലും. എന്താ കോള് കട്ട് ചെയ്തത്? ആരാ വിളിച്ചത്? അത് എൻ്റെ വീട്ടിൽ നിന്നാ അമ്മയെ വിളിച്ചത്. ആ, അമ്മമാര് വിളിച്ച സന്തോഷത്തോടെ ഫോൺ എടുക്കുകയല്ലേ വേണ്ടത്? നീ എന്തിനാ അത് കട്ട് ചെയ്തത്? ആ പാവം വല്ലാതെ വിഷമിക്കില്ലേ? അമ്മ തന്നെ ആയിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം കാണും. നീ ഫോൺ എടുക്ക്. ഫോൺ എടുക്ക്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. നീ എന്താ പിന്നെ അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്നു? ഇതിലെന്തോ ഒരു തരികിടയുണ്ടല്ലോ. നീ എന്താ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ? നയ ചൂട്. ആ, വല്ലാത്തൊരു ചൂടാണെന്ന് എനിക്കും തോന്നി. മേടമാസമൊക്കെ അല്ലേ? ആ, പിന്നെ ഏതായാലും വിളിച്ചു തരാണെന്ന് ഞാനും നോക്കട്ടെ. ഫോണിങ് തന്നെ. അതെന്തിനാ ഒരാളുടെ ഫോണ് മറ്റൊരാളെ നോക്കുന്നത്? ശരിയല്ല. ഒരു ശരികേടുമില്ല. ഞാനേ നിന്റെ അമ്മായിയമ്മയാ. നിന്റെ കാര്യം നോക്കാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട്. ഫോണിങ്ങതാ തരാം. അല്ല പിന്നെ ദൈവമേ, തകർന്നു, എല്ലാം തകർന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.